മൈസൂരിലെ ഹോസ്റ്റലുകളിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാരം വിതരണം ചെയ്തതിൽ കടുത്ത നടപടിയുമായി കർണാടക സർക്കാർ. ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ മെസ് അടപ്പിച്ചു. ലൈസൻസും റദ്ദാക്കി. കുട്ടികൾക്ക് പകരം ഭക്ഷണം ഏർപ്പെടുത്തും. കെ സി വേണുഗോപാൽ എം പി കർണാടക ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ദീപക് മോഹൻ വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, ഈ കർണാടകയിലെ കുട്ടികൾക്ക് പഴകിയ ഭക്ഷണം നൽകിയ വാർത്ത മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ കെ സി വേണുഗോപാൽ ഇടപെട്ടിരിക്കുന്നു. ശക്തമായ നടപടി തന്നെ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു, അല്ലേ? അതായത് മാധ്യമ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് കെ സി വേണുഗോപാൽ ഇടപെടുന്നതും പിന്നീട് കർണാടക ആരോഗ്യ വകുപ്പ് ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുന്നതും. കർണാടക ആരോഗ്യ വകുപ്പ് മന്ത്രി ദിനേശ് ഗുണ്ടുറാവുമായി കെ സി വേണുഗോപാൽ ആശയവിനിമയം നടത്തിയിരുന്നു. പിന്നീടാണ് ആരോഗ്യ വകുപ്പ് ഈ മേഖലയിലെത്തി പരിശോധന നടത്തിയത്. കർണാടകയിലെ 5 കോളേജുകളിലേക്കാണ് ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഈ ഏജൻസി ഭക്ഷണ വിതരണം നടത്തുന്നത്. ഇതൊരു കോമൺ മെസ്സാണ്. ഈ മെസ്സിലാണ് ഇത്തരത്തിൽ പഴകിയ ഭക്ഷണങ്ങൾ, ഈ കോഴിയിറച്ചിയിലൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന സമയത്ത് അതിനകത്ത് തൂവലും ഒപ്പം ചോരയുമൊക്കെ കണ്ടെത്തിയിരുന്നു. ഒപ്പം പഴകിയ ഭക്ഷണമാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ശുചിമുറിയിലാണ് ഇത്തരത്തിലുള്ള പാചകം ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെച്ചിരുന്നത്. അതെല്ലാം കണ്ടുകെട്ടിയിട്ടുണ്ട്. ഒപ്പം ഈ കർണാടകയിലൂടെ ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് ആ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ഇപ്പോൾ അയച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബദൽ സംവിധാനം ഒരുക്കണമെന്ന ആവശ്യത്തെ തുടർന്ന് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുവാനുള്ള ബദൽ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. നിലവിലിപ്പോൾ ഈ ഗ്ലോബൽ എഡ്യൂക്കേഷൻ ഈ ഏജൻസി ഇപ്പോൾ പൂട്ടി സീൽ ചെയ്തിരിക്കുകയാണ്. ഏജൻസി ഇനി നടത്തുവാനുള്ള അനുവാദം നൽകില്ല എന്നാണ് ഇപ്പോൾ വിവരം ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ദിവസങ്ങളായി ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. അവർക്ക് നൽകുന്ന പല ഭക്ഷണങ്ങളും കേടായ ഭക്ഷണമാണ്. കഴിഞ്ഞ ദിവസം ഇവർക്ക് ചിക്കൻ കറിയിൽ രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് വിദ്യാർത്ഥികൾ ആദ്യം പരാതി നൽകുന്നത്. ആ പരാതി നടപടി ഉണ്ടാക്കുന്നതിനെ തുടർന്നാണ് പിന്നീട് മാധ്യമങ്ങൾ വാർത്തയായ സമയത്താണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ എം പി അതിൽ ഇടപെടുകയും കർണാടക ആരോഗ്യ വകുപ്പ് ദ്രുതഗതിയിലുള്ള ഇടപെടൽ നടത്തി നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആര്യ. ഓക്കെ, ദീപക് മോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും കുട്ടികളുടെ പ്രതിഷേധം അത് ഫലം കണ്ടിരിക്കുന്നു. വാർത്തകൾ മാധ്യമങ്ങളിൽ വന്നതിന് പിന്നാലെ കെ സി വേണുഗോപാൽ ഇടപെട്ടു. കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടിയാണ് വന്നിരിക്കുന്നത്.